ഹോൾസെയിലായിട്ട് നമ്മൾ ജ്വല്ലറി വാങ്ങുമ്പോൾ ഡാമേജ് കാണാറുണ്ടല്ലേ? അങ്ങനെ ഡാമേജ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും? ചില ഷോപ്പുകാർ മാത്രമാണ് അത് റിട്ടേൺ ആയിട്ട് എടുക്കാറുള്ളൂ, നമുക്ക് റീഫണ്ട് ചെയ്ത് തരാറുള്ളൂ. ഇനി ചില ഷോപ്പിലൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിൽ അവർ ആ ഒരു എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് തരാറുണ്ട്. എന്നാൽ നമ്മളുടെ മീസലയിൽ നമ്മൾ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നുണ്ട്. നമ്മളുടെ അടുത്ത് നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് തന്നെയായിട്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റു ഷോപ്പിൽ നിന്നൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മിനിമം ഒരു 5% നമ്മൾ ഡാമേജ് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഡാമേജ് വരുമ്പോൾ നമുക്കൊരു ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഡാമേജ് ഇല്ലാത്ത ഐറ്റംസിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചില സൂത്രങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് വന്നിട്ടുള്ള ഒരു നഷ്ടം നമുക്ക് നികത്താനായിട്ട് സാധിക്കും. പ്രോഡക്റ്റിന് ഓവർ പ്രൈസ് ആകാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രോഡക്റ്റിന് ഇപ്പൊ ഡാമേജ് ഇല്ലാത്ത പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ജ്വല്ലറി ഐറ്റംസ് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാനോ അതല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ്സിനെ കുറിച്ച് അറിയാനോ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെന്ററിന്റെ ഒക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. ജ്വല്ലറി ഹോൾസെയിലായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ബയോയിൽ നൽകിയിട്ടുണ്ട്. ട്രെയിനിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആളുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ.